പലരും വിചാരിക്കുന്നത് മറിയത്തിൻ്റെ സ്റ്റോറി അവിടം കൊണ്ട് അവസാനിച്ചു എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. കിരീടം ധരിക്കുന്നതിന് മുമ്പ് മുൾക്കിരീടം ധരിച്ച രാജാവാണ് മിശിഹ തമ്പുരാൻ. മറിയം രാജ്ഞിയാകുന്നതെങ്ങനെ? അവളുടെ പുത്രൻ രാജാവായതുകൊണ്ട്. ദാവീദിൻ്റെ അമ്മയാണ് രാജ്ഞിയായി ഇരിക്കുന്നത്. ഉത്തരവാദിത്വം എന്താ? രാജ്ഞി ഭരണം നടത്തുകയല്ല, ജനത്തിൻ്റെ ആവശ്യങ്ങൾ രാജാവിൻ്റെ പക്കലെത്തിക്കുന്നു, അവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. കുരിശിൻ്റെ കീഴെ സഹനമുഖത്ത് പതറിപ്പോകാതെ കൂടെ നിന്ന മനസ്സുള്ള അതേ രാജ്ഞി, പെന്തക്കോസ്തായിൽ ശിഷ്യരോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച മനസ്സുള്ള അതേ അമ്മ, പരിശുദ്ധ അമ്മ ഭൂമിയിൽ ചെയ്ത അവസാനത്തെ കാര്യം സഭയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പലരുടെയും ജെന്യുവൻ സംശയമാണ്. ബയസ്ഡായിട്ട് ചോദിക്കുന്നവരുണ്ട്, അവർക്കല്ല ഈ ഉത്തരം. ഇനി അവർക്ക് ഈ ഉത്തരം മനസ്സിലാകുന്നെങ്കിൽ നല്ല കാര്യം. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണമെന്ന്. നമ്മുടെ ആ പ്രാർത്ഥനയുടെ കൂട്ടായ്മയില്ലേ, അത് മരണത്താലെ അവസാനിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഈശോ പറയുന്നത്, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഇവിടെ നമ്മൾ ആരോട് പ്രാർത്ഥന ചോദിച്ചോ, ആര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, അവർക്ക് മരണശേഷം കർത്താവിൻ്റെ സിംഹാസന സവിധേ നിൽക്കുന്ന നേരത്ത് നമുക്ക് വേണ്ടി എത്രയധികമായി പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മൾ പറയുന്നു, നമ്മൾ പരിശുദ്ധ അമ്മയുടെ വണക്കം തേടുന്നു, മാധ്യസ്ഥ്യം തേടുന്നു എന്ന് പറയുകയും, എന്നാൽ നമ്മുടെ എക്സ്പ്രഷൻസ് കാണുന്ന ഒരാൾക്ക് തെറ്റിദ്ധാരണയും ഉതപ്പും നൽകുകയും ചെയ്യുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. ആരാധന ദൈവത്തിന് മാത്രം, പരിശുദ്ധ അമ്മയ്ക്ക് ഉപരിയായ വണക്കം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായി ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന 15 ദിവസത്തെ ധ്യാന ശുശ്രൂഷ, വാക്കിംഗ് വിത്ത് മേരി ഫ്രം ഇറ്റേണിറ്റി ടു ഹെവൻ. നിത്യതയിൽ നിന്ന് സ്വർഗത്തോളം പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ നടത്തുന്ന യാത്രയുടെ 12ാമത്തെ ദിവസം. ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് വാക്ക് ഗ്ലോറി എന്നതാണ്. 11 വാക്കുകളായി 11 സ്റ്റെപ്സ് നമ്മൾ കയറി. പരിശുദ്ധ അമ്മയ്ക്കായി സ്വർഗം തുറക്കപ്പെട്ടത്, പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് ദൈവം ഉയർത്തിയതാണ് ഇന്നലെ ധ്യാനിച്ചത്. അതിനു മുമ്പ് ഇറ്റ് വാസ് ഓൾ അബൌട്ട് ഹോപ്പ്. പെന്തക്കുസ്തയായിരുന്നു, പ്രത്യാശയായിരുന്നു വിഷയം. ഇന്നലത്തെ വിഷയം ഗ്ലോറി, മഹത്വമായിരുന്നു. ഇന്ന് കോൺഫിഡൻസ്, ദൈവത്തിലുള്ള വിശ്വാസം, നമ്മുടെ ആത്മവിശ്വാസം. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാക്ക്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദ ക്വീൻ ഹു നെവർ സ്റ്റോപ്സ് കെയറിങ്. സ്വർഗത്തിൽ നമ്മളെ പരിപാലിക്കുന്നത് അവസാനിപ്പിക്കാത്ത ഒരു രാജ്ഞിയെ നമ്മൾ ധ്യാനിക്കുകയാണ്. ഒരു പക്ഷേ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് സ്വർഗത്തിലേക്ക് പരിശുദ്ധ അമ്മ പ്രവേശിക്കുമ്പോൾ ആ ഒറ്റ സ്ട്രെച്ചിലുള്ള ധ്യാനത്തിൻ്റെ അവസാനത്തെ ഘട്ടമാണ്. സ്വർലോകരാജ്ഞിയായി, ത്രിലോകരാജ്ഞിയായി അവളെ മുടിതിരിപ്പിക്കുന്ന, അവൾ സ്വർഗത്തിൽ പുത്രൻ്റെ ചാരത്ത് രാജ്ഞിയായി വാഴുന്നതിനെ നമ്മൾ ധ്യാനിക്കുകയാണ്. ഈ ധ്യാനത്തിൽ നിങ്ങളൊപ്പം യാത്ര ചെയ്യുന്നതിനെ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നന്ദി. ഇന്നൊക്കെ വീഡിയോ വൈകി ഇറങ്ങുന്നത് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ എക്സ്ക്യൂസ് എടുത്തതുപോലെ തിരക്കും ശാരീരികമായിട്ടുള്ള ചില പരിമിതികളും ഒക്കെ കൊണ്ടാണ്. അപ്പോഴിത് നടക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഇത് മുടങ്ങുന്നില്ലല്ലോ. അത് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ്യവും ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് അതിനെ എളിമയോടെ മനസ്സിലാക്കുന്നു. 15 ദിവസമുള്ള യാത്ര ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 12ാമത്തെ ദിവസം. നിങ്ങൾ കുറച്ച് പേരൊക്കെ ആഗ്രഹിച്ചതുപോലെ, പറഞ്ഞതുപോലെ, ഞാനും എവിടെയോ ഒന്ന് ആഗ്രഹിച്ചതുപോലെ, നമ്മുടെ ഈ 15 നോമ്പിൻ്റെ ഈ മരിയൻ പ്രഭാഷണങ്ങൾ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ നടത്തിയ ഈ ഡീറ്റെയിൽഡ് പ്രഭാഷണങ്ങൾ, അത് പുസ്തക രൂപത്തിലേക്ക് ആക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കൂടെ തന്നെയുള്ള, നമ്മളെ കേട്ടുകൊണ്ടിരുന്ന, ഈ ധ്യാനത്തിൽ വളരെ ഇൻവോൾവ് ആയിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ താല്പര്യത്തോടെ അത് എഴുതി തുടങ്ങി. അതിനെ ഞാനും കൂടെ ഒന്ന് നോക്കി നമ്മളത്. അപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചൊരു 15 ആർട്ടിക്കിൾ അടങ്ങിയ ഒരു ചെറിയ പുസ്തകമായിട്ടത് വരും. അതിൻ്റെ അറിയിപ്പിന് ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് നൽകാം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എഴുതുന്നയാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്വർഗം തുറക്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. പലരും വിചാരിക്കുന്നത്
മറിയത്തിൻ്റെ സ്റ്റോറി അവിടം കൊണ്ട് അവസാനിച്ചു എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. സ്വർഗത്തിലേക്ക് എത്തിയ ശേഷവും അവളുടെ ശുശ്രൂഷ, അവളുടെ കരുതൽ തുടരുകയാണെന്ന് നമ്മൾ തിരിച്ചറിയും. കാരണം ഗോസ്പൽ പറയുന്നു, ഹെവൻ ഡസ് നോട്ട് എൻഡ് ലവ്, ഇറ്റ് പെർഫെക്റ്റ്സ് ഇറ്റ്. സ്നേഹത്തെ സ്വർഗം അവസാനിപ്പിക്കുകയല്ലോ. സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ സ്നേഹം അവസാനിക്കുന്നില്ല. സ്നേഹം കുറെ കൂടെ പൂർണ്ണത കൈവരിക്കുകയല്ലേ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പറയുന്ന വാക്യം ഇതാണ്. ഇന്നത്തെ മുഴുവൻ എപ്പിസോഡിൻ്റെ സമ്മറി ഇതാ ഈ വാക്യത്തിലുണ്ട്. ഇന്ന് കുറച്ച് ഇങ്ങനത്തെ വാക്യങ്ങൾ ഞാൻ പറയും. നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുകയും വളരെ അടുത്ത് ഇതിനോടൊപ്പം യാത്ര ചെയ്യുകയും ചെയ്യുന്നവരുണ്ട്. അവരിത് നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ടേക്കുക. ഒരുപക്ഷെ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോയവർക്ക് കമൻറ്റിൽ നിന്ന് ഇത് വീണ്ടും വായിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ കുറിച്ചെടുക്കുകയും ചെയ്യുക. ദ മദർ ഹു ലവ്ഡ് പെർഫെക്റ്റ്ലി ഇൻ എർത്ത് ലവ്സ് ഈവൻ മോർ പെർഫെക്റ്റ്ലി ഇൻ ഹെവൻ. ഭൂമിയിൽ ഏറ്റവും നന്നായി നമ്മളെ സ്നേഹിച്ച അമ്മ സ്വർഗത്തിൽ അതിലും നന്നായി നമ്മെ സ്നേഹിക്കും. ദ മദർ ഹു ലവ്ഡ് പെർഫെക്റ്റ്ലി ഇൻ എർത്ത് ലവ്സ് ഈവൻ മോർ പെർഫെക്റ്റ്ലി ഇൻ ഹെവൻ. ഭൂമിയിൽ സഭയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചവൾ, സഭയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചവൾ. പരിശുദ്ധ അമ്മയെ നമ്മൾ അവസാനം കാണുന്ന അങ്ങനെയല്ലേ, പ്രേയിങ് ഫോർ ദ ചർച്ച്. അപ്പോൾ പിന്നെ സ്വർഗത്തിൽ സിംഹാസന സവിതയെ അവൾ ചെയ്യുന്നത് അതല്ലാതെ മറ്റെന്തായിരിക്കും? സഭയോടൊപ്പവും സഭയ്ക്കു വേണ്ടിയും അവൾ പ്രാർത്ഥിക്കുകയായിരിക്കില്ലേ? കുരിശിൻ്റെ കീഴെ വിശ്വസ്തയോടെ നിന്നവൾ ഇന്നും അവളുടെ മക്കളുടെ ചാരത്ത്, നമ്മുടെ സഹന നേരങ്ങളിൽ വിശ്വസ്തയോടെ സ്നേഹത്തോടെ നമ്മുടെ ചാരത്ത് നിൽക്കുന്നില്ലേ? ആ യാത്രയുടെ മാനം മാറിയെന്നേ ഉള്ളൂ, ബട്ട് സ്നേഹം മാറിയിട്ടില്ല. അവളുടെ യാത്രയുടെ ആ വഴി ഒരല്പം കൂടെ എലവേറ്റഡ് ആയെന്നേ ഉള്ളൂ. അവളുടെ സ്നേഹത്തിൻ്റെ ആഴത്തിന് മാറ്റം വന്നിട്ടില്ല, അത് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയെ സ്വർലോക രാജ്ഞിയായി നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ രാജ്ഞി ഇമേജ് ഒന്ന് മനസ്സിൽ കയറ്റണം. രാജ്ഞി എന്നുള്ളത് നമ്മുടെ വിചാരത്തിൽ രാജ്ഞി എന്ന് കേൾക്കുമ്പോഴേ കൊട്ടാരം, അധികാരം, ഈ അധികാരത്തിൻ്റെ ആജ്ഞ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. അത് ലോകത്തിൻ്റെ കൺസെപ്റ്റാണ്. ദൈവത്തിൻ്റെ രാജ്യം വ്യത്യസ്തമാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം മിശിഹായുടെ ഹൃദയമാണത്. കർത്താവ് തമ്പുരാൻ്റെ ഹൃദയത്തിൻ്റെ ഭാവമാകുമല്ലോ സ്വർഗവും, സ്വർഗത്തിൻ്റെ രാജ്യത്തിൻ്റെ സ്വഭാവവും. അതായത് കിരീടം ധരിക്കുന്നതിന് മുമ്പ് മുൾക്കിരീടം ധരിച്ച രാജാവാണ് മിശിഹാ തമ്പുരാൻ. അവൻ കീഴ്പ്പെടുത്തിയത് അവനെ തന്നെ വിട്ടുകൊടുത്തിട്ടല്ലേ ഹൃദയങ്ങളെ, ആത്മാക്കളെ നേടിയെടുത്തത്. അവൻ കുരിശിലല്ലേ അവൻ്റെ ഭരണം ആരംഭിച്ചത്, സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിപ്പുറപ്പിക്കുന്നതിന് മുമ്പേ. അപ്പോൾ മറിയമെന്ന രാജ്ഞിയും അതിൽ നിന്ന് വ്യത്യസ്തയാകാൻ പാടില്ല. അതേ ശൈലിയാണ് മറിയവും തുടരുന്നത്. മേരി ഈസ് ക്വീൻ. പലരും ചോദിക്കും, എങ്ങനെയാണ് മറിയത്തെ രാജ്ഞി എന്ന് വിളിക്കാൻ പറ്റുന്നത്? ദാ ഏറ്റവും സിമ്പിൾ. മേരി ഈസ് ക്വീൻ ബിക്കോസ് ഹെർ സൺ ഈസ് കിങ്. മറിയം എങ്ങനെയാണ് രാജ്ഞിയാകുന്നത്? മേരി ഈസ് ക്വീൻ ബിക്കോസ് ഹെർ സൺ ഈസ് കിങ്. മറിയം രാജ്ഞിയാകുന്നത് എങ്ങനെ? അവളുടെ പുത്രൻ രാജാവായതുകൊണ്ട്. ഇറ്റ്സ് നോട്ട് ഹെർ കിങ്ഡം ഓഫ് ഹെർ ഓൺ. അവളുടെ രാജ്യം എന്നുള്ള ഒന്നല്ല, അവൾ ഭരിക്കുന്നു എന്നുള്ളതല്ല. ഇനി അവളുടെ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ രാജ്ഞി പദത്തിൻ്റെ പ്രത്യേകത only because she completely belongs to her son. അവൾ പൂർണ്ണമായും അവളുടെ പുത്രൻ്റേതായതുകൊണ്ട് ആ പുത്രനോടുള്ള ബന്ധത്തിലാണ് അവൾ ആ പദവി അലങ്കരിക്കുകയും ശുശ്രൂഷ തുടരുകയും ചെയ്യുന്നത്. 3 വാക്യങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്ക് ക്ലാരിറ്റി കിട്ടുകയാണ്. ഇന്നലെ ആരോ എനിക്ക് മെസ്സേജ് അയച്ചു, വച്ചാൽ ഈ ശുശ്രൂഷയിലൂടെ യാത്ര ചെയ്തപ്പോൾ കിട്ടിയ വലിയൊരു മെച്ചം പരിശുദ്ധ അമ്മയുടെ സ്നേഹം കൂടി, അടുപ്പം കൂടി, പക്ഷെ അതിനേക്കാളേറെ ക്ലാരിറ്റി കിട്ടി. പരിശുദ്ധ അമ്മയുടെ റോൾ എന്താണ്, ബൈബിൾ എങ്ങനെ, സഭ എങ്ങനെ പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കുന്നു, ആ ക്ലാരിറ്റി കൂടുതൽ വ്യക്തത കിട്ടുന്നുണ്ട്. ദൈവാനുഗ്രഹം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. കർത്താവ് നമ്മളെ കരുണയോടെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ സൂചനയാണ് ആ വ്യക്തത പോലും. അത് പരിശുദ്ധാത്മാവിൻ്റെ സമ്മാനമാണ്. അതാ ഇപ്പോൾ ഈ സെൻറ്റൻസ് മനസ്സിലാക്കിക്കേ. എവറിത്തിങ് അബൌട്ട് ഹെർ പോയിൻറ്റ്സ് ബാക്ക് ടു മെസ്സയ. അവളെക്കുറിച്ച് നമ്മൾ എന്ത് പറയുന്നു, എവറിത്തിങ് അബൌട്ട് ഹെർ പോയിൻറ്റ്സ് ബാക്ക് ടു മെസ്സയ. അവളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് വീണ്ടും വിരൽ ചൂണ്ടുന്ന ആരിലേക്കായിരിക്കും? മിശിഹാ തമ്പുരാനിലേക്കാണ്. എവറിത്തിങ് ഷീ റിസീവ്സ് കംസ് ഫ്രം മെസ്സയ. അവൾ എന്തൊക്കെ സ്വീകരിക്കുന്നുണ്ടോ അതെല്ലാം പുറപ്പെട്ടിരിക്കുന്നത് മിശിഹാ തമ്പുരാനിൽ നിന്നാണ്. എവറിത്തിങ് ഷീ ഡസ്
ലീഡ്സ് അസ് ടു ഹിം. അവൾ എന്ത് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മളെ അവനിലേക്ക്, മിശിഹായിലേക്ക് നയിക്കുന്നുണ്ട്. എന്ത് സിമ്പിളായിട്ടാണത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെന്തൊരു വ്യക്തത തരും നമുക്ക്. എവറിത്തിങ് അബൌട്ട് ഹെർ, അവളെക്കുറിച്ച് എന്തൊക്കെ പറയപ്പെടുന്നു, എവറിത്തിങ് അബൌട്ട് ഹെർ പോയിൻറ്റ്സ് ടു മെസ്സയ. അവളെക്കുറിച്ച് എന്തൊക്കെ പറയപ്പെടുന്നോ അതെല്ലാം മിശിഹായിലേക്ക് വിരൽ ചൂട്ടും. എവറിത്തിങ് ഷീ റിസീവ്, അവൾ എന്തൊക്കെ സ്വീകരിക്കുന്നുണ്ടോ അതെല്ലാം പുറപ്പെടുന്നത് മിശിഹായിൽ നിന്നാണ്. എവറിത്തിങ് ഷീ ഡസ്, അവൾ അന്നും ഇന്നും എന്നും എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മളെ മിശിഹായിലേക്ക് നയിക്കുന്നതാകണം. നയിക്കുന്നില്ലെങ്കിൽ അത് പരിശുദ്ധ അമ്മ പറയുന്നതാണോ എന്ന് സംശയിക്കണം. മറിയത്തിന് അതല്ലാതെ മറ്റൊന്ന് സഭയിൽ ചെയ്യാൻ പറ്റില്ല. ഈ പരിശുദ്ധ അമ്മയുടെ രാജ്ഞി പദത്തെ മനസ്സിലാക്കാൻ ഒരു പഴയ നിയമ ഇമേജ് നമ്മളേറെ സഹായിക്കും. ദാവീദിൻ്റെ രാജ്യത്തിൻ്റെ ദാവീദിൻ്റെ കിങ്ഡം, ദാവീദിൻ്റെ ആ കിങ്ഡത്തിൻ്റെ പ്രത്യേകത രാജ്ഞി പദം അലങ്കരിക്കുന്നത് അമ്മയാണ്. ദാവീദിൻ്റെ അമ്മയാണ് രാജ്ഞിയായി ഇരിക്കുന്നത്, ഭാര്യയല്ല. അതുപോലെയാണ് സോളമൻ്റെ കാര്യത്തിലും നമ്മൾ കാണും. 1 Kings 2:19, 1 രാജാക്കന്മാർ 2:19 നമ്മൾ കാണുന്നുണ്ട് ബത്ശബ രാജ്ഞി പദം അലങ്കരിച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാജ്ഞിയുടെ ഉത്തരവാദിത്വം എന്താ? രാജ്ഞി ഭരണം നടത്തുകയല്ല, ജനത്തിൻ്റെ ആവശ്യങ്ങൾ രാജാവിൻ്റെ പക്കലെത്തിക്കുന്നു, അവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. അപ്പോൾ ദാവീദിൻ്റെ നിത്യമായ രാജ്യം അത് മിശിഹാ തമ്പുരാനാണ്. പഴയ നിയമ സൂചനയുണ്ട്, ദാവീദിൻ്റെ അവസാനിക്കാത്ത രാജ്യം വരും, ദാവീദിൻ്റെ പുത്രൻ, അത് മെസയാനിക് കിങ്ഡമാണ്. അപ്പോൾ ആ മെഷിഹാനിക രാജ്യത്തിൽ രാജ്ഞി പദം അലങ്കരിക്കേണ്ടത് ആരാണ്? മറിയം. എന്താണ് അവൾ ചെയ്യേണ്ടത്? നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിക്കുന്ന രാജ്ഞിയായി അവൾ വാണരുളുകയാണ്. വെളിപാട് പുസ്തകം 12:1 12 നക്ഷത്ര മുടി കിരീടമണിഞ്ഞ സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. ഈ കിരീടം നോട്ട് ബിക്കോസ് ഷീ സോട്ട് ഗ്ലോറി, അവൾ മഹത്വം തേടിയത് കൊണ്ട് കിട്ടിയ കിരീടമല്ല, മറിച്ച് അവൾ ഭൂമിയിലാകമാനം ജീവിച്ച എളിമയ്ക്ക് സ്വർഗമൊരുക്കിയ സമ്മാനമാണ് ആ കിരീടം. നസ്രത്തിൽ ദൈവത്തിന് മുമ്പാകെ ദാസിയായി നിന്നവളെ ഇന്ന് ദൈവം സ്വർഗത്തിൽ രാജ്ഞിയായി ഉയർത്തിയിരിക്കുന്നു. ദ ഹാൻഡ്മെയ്ഡ് ഓഫ് നസ്രത്ത് ഹാസ് ബിക്കം ദ ക്വീൻ ഓഫ് ഹെവൻ. ദ ഹാൻഡ്മെയ്ഡ് ഓഫ് നസ്രത്ത്, നസ്രത്തിലെ ദാസി ദാ ഇന്ന് സ്വർഗത്തിലെ രാജ്ഞിയായിരിക്കുന്നു. ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ, ചില നേരങ്ങളിൽ ദൈവതിരഹിത പ്രകാരം എളിമയോടെ താന്നു നിൽക്കണേ. അത് നമുക്ക് ദാസ്യവേല പോലെ തോന്നുന്ന ശുശ്രൂഷകൾ മറിയത്തിൻ്റെ മനസ്സോടെ ചെയ്യണം. ദ ഹാൻഡ്മെയ്ഡ് ഓഫ് നസ്രത്ത് ലേറ്റർ ബിക്കെയിം ദ ക്വീൻ ഓഫ് ഹെവൻ. നസ്രത്തിലെ ദാസി, കർത്താവിൻ്റെ എളിയ ദാസി എന്ന് നമ്മൾ അവളെ തന്നെ വിശേഷിപ്പിച്ച ആ ദാസ്യ ശുശ്രൂഷ അവളെ സ്വർഗത്തിൻ്റെ രാജ്ഞിയാക്കി എത്തിച്ചു. വാട്ട് കൈൻഡ് ഓഫ് ക്വീൻ ഷീ ഈസ്, ഏത് തരത്തിലുള്ള രാജ്ഞിയാണ് അവൾ? സംശയം എന്താ ഉള്ളത്? എലിസബത്തിൻ്റെ ചാരത്തേക്ക് ശുശ്രൂഷയോടെ ഓടിയ സ്വഭാവമുള്ള അതേ രാജ്ഞി, കാനായിൽ ആ കുടുംബത്തിൻ്റെ സങ്കടത്തെ കർത്താവിൻ്റെ പക്കൽ എത്തിച്ച മനസ്സുള്ള അതേ രാജ്ഞി, കുരിശിൻ്റെ കീഴെ സഹനമുഖത്ത് പതറിപ്പോകാതെ കൂടെ നിന്ന മനസ്സുള്ള അതേ രാജ്ഞി, പെന്തക്കോസ്തായിൽ ശിഷ്യരോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച മനസ്സുള്ള അതേ അമ്മ. അവൾ ആ ശുശ്രൂഷ സ്വർഗത്തിൽ തുടരുകയാണ്. സ്വർഗം അവളുടെ ഹൃദയത്തെ മാറ്റിയിട്ടില്ല, പെർഫെക്റ്റഡ് ആക്കി. അവളുടെ ഹൃദയത്തെ കുറെ കൂടെ പൂർണ്ണമാക്കി സ്വർഗം മാറ്റി. അവളുടെ ലാസ്റ്റ് ആക്ഷൻ, ഇത് നല്ലൊരു ചിന്തയാണ്. പരിശുദ്ധ അമ്മ ഭൂമിയിൽ ചെയ്ത അവസാനത്തെ കാര്യം എന്തായിരുന്നു? പരിശുദ്ധ അമ്മ ഭൂമിയിൽ ചെയ്ത അവസാനത്തെ കാര്യം സഭയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ സ്വർഗത്തിൽ അവൾ ചെയ്യുന്നത് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആകില്ലേ? സ്വർഗം ഇതിൻ്റെ തുടർച്ചയല്ലേ? അപ്പോൾ ഭൂമിയിൽ അവൾ ചെയ്തിരുന്നത് അപ്പസ്തോല ഗണത്തെ, സഭയെ ചേർത്ത് പിടിച്ചിട്ട് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഭൂമിയിൽ അവൾ ചെയ്ത അവസാനത്തെ കാര്യം പ്രാർത്ഥനയാണെങ്കിൽ സ്വർഗത്തിൽ അവൾ ചെയ്തു തുടങ്ങുന്ന ആദ്യത്തെ കാര്യം പ്രാർത്ഥനയല്ലാതെ മറ്റെന്തായിരിക്കും? അപ്പോൾ ഈശോയുടെ സ്വർഗാരോഹണത്തിലും ഇത് കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട്, അവൻ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക്, ആകാശങ്ങളിലേക്ക് ഉയർന്നു. അപ്പോൾ അവൻ അവിടെ അവസാനം ഭൂമിയിൽ ചെയ്ത കാര്യം എന്താ? ബ്ലെസ്സിങ്, അനുഗ്രഹം. അപ്പോൾ സ്വർഗത്തിലിരുന്ന് കർത്താവ് നമ്മൾക്ക് ചെയ്തതെന്താ? അനുഗ്രഹിക്കുകയാണ്, നമ്മളെ ബ്ലെസ് ചെയ്യുകയാണ്. അപ്പോൾ മറിയം ചെയ്തതെന്താ? പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നു. അപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നമുക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നു. The love that prayed in earth now intercedes in glory. The love that prayed in earth
now intercedes in glory. ഭൂമിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച സ്നേഹം ഇപ്പോൾ മഹത്വത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. The love that prayed in earth now intercedes for us in glory. മഹത്വത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. പലരുടെയും ഒരു വളരെ സത്യസന്ധമായ ഒരു സംശയമാണ്, why should we ask Mary to pray for us? എന്തുകൊണ്ട് മറിയത്തോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ? പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഓരാ പ്രോനോബിസ് സാന്താ മരിയ ആവേ മരിയ ഓരാ പ്രോനോബിസ്. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എന്തുകൊണ്ട്? പലരുടെയും ജെനുവിൻ സംശയമാണ്. ബയസ്ഡ് ആയിട്ട് ചോദിക്കുന്നവരുണ്ട്, അവർക്കല്ല ഈ ഉത്തരം. ഇനി അവർക്ക് ഈ ഉത്തരം മനസ്സിലാകുന്നെങ്കിൽ നല്ല കാര്യം. അല്ലാത്തവർ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് മറിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇത്രയേ ഉള്ളൂ. വൈ ഡു വി ആസ്ക് എനി വൺ ടു പ്രേ ഫോർ അസ്? നമ്മൾ ആരോടെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ദൈവത്തിൻ്റെ മനസ്സാണ്. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ കുടുംബം, തൻ്റെ മക്കൾ പരസ്പരം സഹായിക്കണമെന്ന്. സംശയമുണ്ടോ ആ കാര്യത്തിൽ? ഇല്ല. തൻ്റെ മക്കൾ, ഇതൊരു ഒരു ഒരു ഓർഗാനിക് ലോജിക്കൽ തോട്ടാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ സംശയം എന്തുകൊണ്ട് മറിയത്തിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കണം. ഉത്തരം, ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണമെന്ന്. അതെന്താ? അതൊരു കുടുംബമാണ്. ഒരാളുടെ കുറവിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. വി ഷുഡ് ഹെൽപ്പ് ഈച്ച് അതർ. പൗലോസ്ലീഹ കോൺസ്റ്റൻ്റ്ലി, നിങ്ങൾ ലേഖനം വായിക്കണം, പല ആവർത്തി പൗലോസ്ലീഹ പറയുന്നുണ്ട്, പ്രേ ഫോർ മീ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുന്നതിനും സുവിശേഷത്തിന് സത്യങ്ങൾ സധൈര്യം പ്രഘോഷിക്കുന്നതിനുമായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ശ്രദ്ധിച്ചേ, അങ്ങനെ അവരോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പൗലോസ്ലീഹ ചോദിച്ചത് കൊണ്ട് മിശിഹാ തമ്പുരാൻ്റെ ഏകമാധ്യസ്ഥ്യത്തിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? മിശിഹായുടെ മീഡിയേഷന്, സ്വർഗത്തിനും ഭൂമിക്കുമുള്ള ഏകമധ്യസ്ഥൻ മിശിഹാ തമ്പുരാനാണ് എന്നതിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ഒരു കുറവില്ല. പിന്നെ പൗലോസ്ലീഹ അപ്പോൾ അത് തെറ്റിച്ചാണോ പറഞ്ഞേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞേ? അല്ല. അത് ഈ കൂട്ടായ്മ മിശിഹായിലൂടെയാണ് എല്ലാ പ്രാർത്ഥനകളും വരുന്നത്. പക്ഷേ അപ്പോഴും ഈ കൂട്ടായ്മയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഇറ്റ്സ് ക്ലിയർ. ഇനി ഈശോയുടെ കാലത്ത് തന്നെ ആരെങ്കിലുമൊക്കെ ഈശോയോട് വന്ന് വേറെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, സഹായം ചോദിച്ചാൽ, ഈശോ ഇവരുടെ പ്രാർത്ഥന കേട്ടിട്ട് അവർക്ക് ഉത്തരം കൊടുത്തിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ ഇത് ഈശോയുടെ കാലത്തും അതിനുശേഷവും ഒക്കെ ഒരാൾക്ക് വേണ്ടി വേറൊരാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുമുണ്ട്. ഇനിയാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്, മരണം കൊണ്ട് എല്ലാം അവസാനിക്കുന്നുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മരണം കൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മ അവസാനിക്കുന്നുണ്ടോ? ഏത്? ഒരു കുടുംബമാണെന്ന് പറഞ്ഞില്ലേ? അപ്പം ഒരു കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നു, അത് മരണം കൊണ്ട് അവസാനിക്കുന്നുണ്ടോ? ഇല്ല. ദ ഡെത്ത് ഡസ് നോട്ട് ഡിസ്ട്രോയ് ദാറ്റ് കമ്മ്യൂണിയൻ. നമ്മുടെ ആ പ്രാർത്ഥനയുടെ കൂട്ടായ്മയില്ലേ, അത് മരണത്താലെ അവസാനിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഈശോ പറയുന്നത്, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. മരണശേഷവും നമ്മൾ ആ ജീവൻ്റെ അനുഭവത്തിലേക്കല്ലേ പ്രവേശിക്കുന്നത്. ഇതിൽ വിശ്വസിക്കുന്നവർ നിത്യം ജീവിക്കും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നിത്യജീവൻ്റെ അപ്പമാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇത് ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല, ഇന്ന് ജീവിക്കും. അപ്പോൾ നമ്മൾ ആ കൂട്ടായ്മ തുടരുകയാണ്. വി ആർ എലൈവ് ബിഫോർ ഹിം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ആരോട് പ്രാർത്ഥന ചോദിച്ചോ, ആര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, അവർക്ക് മരണശേഷം കർത്താവിൻ്റെ സിംഹാസന സവിധേ നിൽക്കുന്ന നേരത്ത് നമുക്ക് വേണ്ടി എത്രയധികമായി പ്രാർത്ഥിക്കാൻ പറ്റും, എത്രയധികമായി സിംഹാസന സവിധേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പം മറിയത്തിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നതിൻ്റെ അളവ് ഊഹിക്കാൻ പറ്റുമോ? മറിയത്തോട് പ്രാർത്ഥന ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? മറിയത്തോട് പ്രാർത്ഥന ചോദിക്കണം. അത്രയേ ഉള്ളത്. ആ ഓർഡർ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ കുടുംബമാണ്, പരസ്പരം ഹെൽപ്പ് ചെയ്യും. പൗലോസ്ലീഹ തന്നെ ചോദിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് വിചാരിച്ചിട്ട് മിശിഹായുടെ ഈ വൺ മീഡിയേറ്ററിന് ഒരു കുറവും വരുന്നില്ല. അപ്പോൾ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചവർക്ക് ഭൂമിയുടെ അതിരുകളെ, പരിമിതികളെ ഭേദിച്ച് കഴിയുമ്പോൾ സ്വർഗ്ഗസവിധേ എത്രയധികമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഈശോ തന്നെയും മറ്റുള്ളൊരു വാർച്ചയ്ക്ക് ഉത്തരം കൊടുത്തു. മരണം അവസാനമല്ല, മരണം കവാടമാണ്, കടന്നു പോകുന്നു, പ്രാർത്ഥന തുടരുന്നു. അപ്പോൾ എപ്പോഴും ഓർത്താൽ മതി, മറിയത്തെ നമ്മൾ ആരാധിക്കുകയല്ല. പണ്ട് പഠിപ്പിച്ച ഓർമ്മയില്ലേ, യൗസേപ്പിതാവിൻ്റെ സീരീസ് നിന്നപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ യൗസേപ്പിതാവിനെ കുറിച്ചുള്ള 10 നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയ
ഈ വർഷം നടത്തിയ പ്രതിഷ്ഠയല്ല. കഴിഞ്ഞ വർഷം 10 എപ്പിസോഡ്സായിട്ട് യൗസേപ്പിതാവിനെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, യൗസേപ്പിതാവിനെക്കുറിച്ച് നമ്മളിതുപോലെ ആഴത്തിപ്പോയി, മറിയത്തെക്കുറിച്ച് ഇങ്ങനെ ആഴത്തിപ്പോയി. എന്ത് നന്നായിട്ടാണ് കർത്താവ് തമ്പുരാൻ, എന്ത് കരുണയോടെയാണ് ഈ ഫീഡ് മൈ ഷിപ്പ് ശുശ്രൂഷയെ ഇങ്ങനെ ഒരുക്കി ഓരോ ടീച്ചിങ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാനും അത്ഭുതപ്പെടുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു, ലാത്രിയ ആരാധന ദൈവത്തിന് മാത്രം, ലാത്രിയ ആരാധന ദൈവത്തിന് മാത്രം. ധൂളിയ ആണ് വിശുദ്ധർക്ക് വണക്കം. ഇനി ഇതിനിടയ്ക്ക് 1ഉം 4ഉമാണിത്. ലാത്രിയ ആരാധന ദൈവത്തിന്, ധൂളിയ 4ാമത്തെ ഘട്ടം, വണക്കം വിശുദ്ധർക്ക്. 2ാമത് ഹൈപ്പർ ധൂളിയ, ഉപരിയായ വണക്കം ആർക്ക്? പരിശുദ്ധ അമ്മയ്ക്ക്. യൗസേപ്പിതാവിനോട് വെച്ചത് പ്രോട്ടോ ധൂളിയ, വണക്കത്തിൽ 1ാമൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ലാത്രിയ ആരാധന ദൈവത്തിന് മാത്രമേ ഉള്ളേ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ഉപരിയായ വണക്കം കാണിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഉപരിയായ വണക്കം കാണിക്കുന്നു എന്ന് വന്നാൽ മാത്രം പോരാ, കാണുന്ന ഒരാൾക്ക് അത് ആരാധനയായി തെറ്റിദ്ധരിക്കാതിരിക്കാനുള്ള വിവേകം നമുക്കുണ്ടാകണം. ഇന്നതാ പറ്റുന്നത്. ഒത്തിരി പേര് നമ്മളെ തെറ്റിദ്ധരിക്കുന്നത്, പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തെ അല്ലെങ്കിൽ കത്തോലിക്ക സമൂഹത്തിനുള്ളിൽ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്, നമ്മൾ പറയുന്നു നമ്മൾ പരിശുദ്ധ അമ്മയുടെ വണക്കം തേടുന്നു, മാധ്യസ്ഥ്യം തേടുന്നു എന്ന് പറയുകയും എന്നാൽ നമ്മുടെ എക്സ്പ്രഷൻസ് കാണുന്ന ഒരാൾക്ക് തെറ്റിദ്ധാരണയും ഉതപ്പും നൽകുകയും ചെയ്യുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. ആരാധന ദൈവത്തിന് മാത്രം, പരിശുദ്ധ അമ്മയ്ക്ക് ഉപരിയായ വണക്കം, യൗസേപ്പിതാവ് വണക്കത്തിൽ 1ാമൻ, വിശുദ്ധർക്ക് ധൂളിയ വണക്കം. ഇതാണ് അതിൻ്റെ രീതി. സെയിൻറ്റ് ബെർണാഡ് പറയുന്നൊരു കാര്യമുണ്ട്, ഇൻ ദ വിൻഡ്സ് ഓഫ് ടെംപ്റ്റേഷൻ ലുക്ക് ടു ദ സ്റ്റാർ ആൻഡ് കോൾ അപ്പോൺ മേരി. പ്രലോഭനത്തിൻ്റെ കാറ്റ് വീശുമ്പോൾ നക്ഷത്രത്തിലേക്ക് നോക്കുക, മറിയത്തെ വിളിക്കുക. ഇതിൻ്റെ അർത്ഥം മിശിഹാ തമ്പുരാനെ തള്ളി പറയുക എന്നല്ല. അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചു തരുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ നക്ഷത്രം വഴികാട്ടിത്തരും എന്തിന്? തുറമുഖത്തേക്ക് എത്താൻ. തുറമുഖം മിശിഹാ തമ്പുരാനാണ്. അങ്ങോട്ട് നമ്മളെ നയിക്കുന്നുണ്ട് മറിയം. അതിനങ്ങനെ മനസ്സിലാക്കേണ്ടത്. നക്ഷത്രത്തിൻ്റെ സഹായം, മറിയം നമ്മളെ സഹായിക്കുന്നു. ഉഷകാല നക്ഷത്രമാണ് അവൾ, മുമ്പേ ഉദിച്ചവളാണ്, വഴികാട്ടിയവളാണ്, ഒരുക്കിയവളാണ്. അപ്പോൾ നക്ഷത്രം നമുക്ക് വഴികാട്ടുന്നു. തുറമുഖമാണ് നമ്മുടെ ലക്ഷ്യം. തുറമുഖം മിശിഹാ തമ്പുരാനാണ്. മിശിഹായിലേക്കാണ് നമ്മൾ ചേരുന്നത്. ഒത്തിരി വിശുദ്ധർ, പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആ വിഷയം കൂടെ കൈകാര്യം ചെയ്യാം. ഒത്തിരി വിശുദ്ധർ മറിയത്തെ ഈ ബന്ധം മറിയവുമായി സ്ഥാപിച്ചെടുത്ത് യാത്ര തുടർന്നവരുണ്ട്. സുന്ദരമായിട്ട് ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിച്ചവർ. സമീപകാലത്ത് ജോൺ പോൾ സെക്കൻഡ്, നിങ്ങൾക്കറിയാം, ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പയുടെ വലിയ വിശുദ്ധൻ്റെ, ഗ്രേറ്റ് പോപ്പിൻ്റെ മോട്ടോ തന്നെ തോത്തൂസ് തൂസ്, അമ്മേ ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്, മറിയമേ ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ധ്യാനം പരിശുദ്ധ അമ്മയെ രാജ്ഞിയായി മനസ്സിലാക്കുകയായിരുന്നു. എന്തുകൊണ്ട് അവൾ രാജ്ഞി? ഭൂമിയിൽ ചെയ്തത് കണ്ടിന്യൂ ചെയ്യുന്നു. ദാവീദിൻ്റെ സിംഹാസനത്തിൻ്റെ രാജ്യത്തിലെ ദാവീദിൻ്റെ രാജ്ഞിയുടെ കൺസെപ്റ്റ്, മിശിഹാ ദാവീദിൻ്റെ പുത്രൻ, രാജ്ഞി പദം അലങ്കരിക്കുന്നത് എങ്ങനെ? മറിയം ഭൂമിയിൽ അവസാനമായി ചെയ്തത് സ്വർഗത്തിൽ തുടരുന്നു എന്നുള്ളത്. എന്തുകൊണ്ട് മറിയത്തിനോട് പ്രാർത്ഥിക്കണം? അതിൻ്റെ പിന്നിലെ സാങ്കത്യം എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. നമ്മുടെ ജീവിതത്തിലും നസ്രത്തിലെ ദാസിയെ സ്വർഗത്തിൽ കർത്താവ് രാജ്ഞിയായി ഉയർത്തി. ഇന്ന് കടന്നു പോകുന്ന സഹനങ്ങളിൽ മനസ്സുമടുത്തു പോകരുത്. കർത്താവിനോട് ചേർന്ന് നിൽക്കുക. കർത്താവ് നമ്മളെ ഉയർത്തും. മറിയം നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കും. ചില കുട്ടികളൊക്കെ വന്നിട്ട് ഇപ്പോൾ കാനഡയിലാണ് കണ്ടിന്യൂസ് യൂത്തും ഇടവക പ്രോഗ്രാമും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ചില കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ സങ്കടമൊക്കെ പറയുന്നു. പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ യൂത്ത്, നാട്ടിൽ നിന്ന് പഠിക്കാൻ വന്ന കുട്ടികളൊക്കെ. ഇവിടുത്തെ കുട്ടികൾ വന്നാൽ അവിടുത്തെ വന്ന കുട്ടികൾക്ക് കൂടുതൽ അല്പം കൂടെ ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളവരുണ്ട്. അവർ വന്നിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, പരിശുദ്ധ അമ്മയോട് ബന്ധം മുറിഞ്ഞു പോയോ? ചില കുട്ടികളുടെ കണ്ണുടനെ നിറയും. അവർ പറയാച്ചാ, അവരിങ്ങനെ ചിന്തിച്ചിട്ട് പറയാച്ചാ, പരിശുദ്ധ അമ്മയോട് നല്ല ബന്ധം ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷേ എവിടെയോ വിട്ടുപോയി. പരിശുദ്ധ അമ്മയുടെ കൈ വിട്ട നേരം തൊട്ട് നമ്മൾ ഇടറി വീണ് തുടങ്ങിയായിരുന്നു. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നൽകപ്പെട്ട നല്ല അമ്മയാണ്. ഭൂമിയിൽ മക്കളെ, സഭയെ സ്നേഹിച്ചവൾ, അവൾ സ്വർഗത്തിലിരുന്ന് എത്രയധികമായി നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നുണ്ടാകും. ഒന്ന് ഇടറി തുടങ്ങിയവരോട് ഒന്ന് വീണുപോയി, സാരമില്ല, വേഗം ആ അമ്മയുടെ കൈ ഓടിപ്പോയി പിടിക്കുക. പരിശുദ്ധ അമ്മയോടൊരു പ്രത്യേക ബന്ധവും ഒരു ഭക്തിയും വളർത്ത്. ദാറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായി ശമിശിഹായേ, നിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ സ്വർഗത്തിൽ രാജ്ഞി പദം നൽകി നീ അലങ്കരിച്ചുവല്ലോ. അവളെ നീ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ചുവല്ലോ. ഭൂമിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവൾ, മാധ്യസ്ഥ്യം വഹിച്ചവൾ, സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുകയും നിന്നിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
മറിയത്തിൻ്റെ കരം പിടിച്ച് നിന്റെ ചാരത്തേക്ക് ഞങ്ങൾ നടന്നെടുക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.